ഗൈസ് അങ്ങനെ നമ്മുടെ രേവതി ആ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ് അല്ലെ. ഇതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ വഴി നീളെ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പൂവൊക്കെ വിൽക്കുന്നുണ്ട്. ലാസ്റ്റ് അത് നമ്മുടെ രേവതിയുടെ സ്വന്തം വീട്ടിൽ പോയി അമ്മയെ കാണിക്കുന്നുണ്ട്, അച്ഛൻ്റെ മുന്നിൽ പോയി നിന്ന് ഈ ഒരു സന്തോഷം പങ്കിടുന്നുണ്ട്. എൻ്റെ സങ്കടം കണ്ടിട്ടാണ് സച്ചിയേട്ടൻ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നത് എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും നമ്മുടെ സച്ചിനെ പറ്റി അമ്മയോടും അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ ശ്രുതിക്ക് ഇപ്പോൾ ഇരിക്കക്കള്ളിയില്ല, തങ്ങളാകപ്പാടെ നാണം കെട്ടിപ്പോൾ തൊലിയുരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലായി. തങ്ങളാണ് ഏറ്റവും പുറകിൽ എന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി. അപ്പോൾ ശ്രുതി വേഗം തന്നെ ശ്രുതിയോട് ആ പറ്റിച്ചു പോയ പെണ്ണുണ്ടല്ലോ അവരെ പറ്റി ചോദിക്കുന്നുണ്ട്. ശ്രുതി അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, എന്നിട്ട് ആ പൈസ നമുക്ക് തിരികെ നമ്മുടെ കൈകളിൽ തന്നെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഭയങ്കര പ്ലാനിങ്ങിലാട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. പിന്നീടാണെങ്കിലോ നമ്മുടെ വർഷയുടെ അമ്മ വെറുതെ ഇരിക്കുന്നില്ല. വർഷയുടെ അമ്മ നമ്മുടെ മധുസൂദനന്റെ അടുത്ത് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രോദയം വീട്ടിലേക്ക് പോകണം, എന്നിട്ട് അവിടെ ചെന്ന് സ്നേഹം വാരിക്കോരി അഭിനയിക്കണം. അപ്പം മിക്കവാറും നമ്മുടെ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റ് ഇട്ട് തരാം എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കാൻ വഴിയില്ല. പക്ഷേ ദുരാഗ്രഹിയായ അവൻ്റെ അമ്മ അതിൽ വീണോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താ പറയുക വർഷയുടെ അമ്മ പുതിയ പ്ലാനും പദ്ധതിയൊക്കെ ഒരുക്കുക കേട്ടോ. അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.